സ്ഥാനത്തേക്ക് തിരികെ എത്തുമ്പോൾ വി ഡി സതീശൻ മുൻ KPCC അധ്യക്ഷൻ VM സുധീറിനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കാണാൻ വേണ്ടി വരികയാണ്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ VM സുധീറിനെ കാണുന്നതിന് വേണ്ടി സുധീറിന്റെ വസതിയിലേക്ക് എത്തുന്നു. അല്പസമയം മുമ്പാണ് AK ആന്റണി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി വി ഡി സതീശൻ കണ്ടതും കൂടിക്കാഴ്ച നടത്തിയതും ഇരുവരും തമ്മിൽ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്താണ്. അതിനുശേഷം ഇപ്പോൾ സുധീരന്റെ വീട്ടിലും എത്തിയിരിക്കുന്നു വി ഡി സതീശൻ. കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് മുൻ KPCC അധ്യക്ഷന്മാരെയൊക്കെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പോയി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സാഹചര്യങ്ങളെല്ലാം കൃത്യമായി രാഹുൽ ഗാന്ധിക്കടക്കം വിശദീകരിച്ച് നൽകിയത് VM സുധീരനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഹൈക്കമാൻഡ്. എല്ലാറ്റിനുമൊടുക്കം VM സുധീരനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സന്ദർശിക്കാനെത്തുന്നു വി ഡി സതീശൻ, നിയുക്ത കേരള മുഖ്യമന്ത്രി. മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള MLA മാരും KP നൌഷാദിൽ അടക്കമുള്ള MLA മാർ നേതാക്കളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. വിജയൻ വിശദാംശങ്ങളുമായി. വിജയൻ, സുധീറിന്റെ വീട്ടിൽ ഇന്ന് തന്നെ പോയേക്കുമെന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു. വസതിയിലേക്ക് എത്തുന്നു. എത്ര സമയം ഈ കൂടിക്കാഴ്ച പോകാൻ സാധ്യതയുണ്ട്? വിശദാംശങ്ങൾ എന്താണ്? സൈഫുദ്ദീൻ, എന്തായാലും വി ഡി സതീശൻ ഗൗരീശവട്ടത്തെ VM സുധീറിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ വീടിന് തൊട്ട് മുമ്പിലായി എത്തിയിട്ടുണ്ട്. മറ്റ് ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒക്കെയുണ്ട്. VT ബൽറാം ഉണ്ട്. അവരൊക്കെ വി ഡി സതീശനൊപ്പം നിലവിൽ എന്തായാലും VM സുധീറിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം വാഹനത്തിൽ നിന്നും ഇറങ്ങും. നേരത്തെ AK ആന്റണിയുടെ വീട്ടിൽ പോയ ശേഷം കണ്ടോൺമെന്റ് ഹൌസിലേക്ക് അദ്ദേഹം പോയി. അവിടെ നിന്നാണ് ഇപ്പോൾ തിരിച്ച് നേരെ VM സുധീറിന്റെ വീട്ടിലേക്ക് വരുന്നത്. നേരത്തെ വലിയ തർക്കം, അത് മുഖ്യമന്ത്രിയാകുന്നതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശനുമായി ഒക്കെ നടന്ന ഘട്ടത്തിൽ അഭിപ്രായം വ്യക്തമാക്കാൻ KPCC മുൻ പ്രസിഡന്റുമാരെ വിളിച്ച ഘട്ടത്തിൽ ജനകീയ പിന്തുണയ്ക്ക് അതിന് പരിഗണന നൽകണം എന്ന ആവശ്യം ഉന്നയിച്ച ആളാണ് VM സുധീരൻ. ഒപ്പം തന്നെ മുൻ KPCC പ്രസിഡന്റാണ്. ഒപ്പം തന്നെ നേരത്തെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ പെട്ട ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ നിയമസഭാ കക്ഷി യോഗത്തിന് ഒക്കെ മുമ്പ് തന്നെ VM സുധീരന്റെ വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുതിർന്ന നേതാക്കളെയൊക്കെ സന്ദർശിക്കുകയാണ് മുഖ്യമന്ത്രിയായി നിലവിൽ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞ ശേഷം മുതിർന്ന നേതാക്കളുടെ വീടുകളിലേക്കാണ് വി ഡി സതീശൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം നിയമസഭാ കക്ഷി യോഗം ചേർന്ന് അദ്ദേഹത്തെ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കും. അതിനുശേഷം 7 മണിക്ക് ഗവർണറെ കാണാനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ 7 മണിക്ക് ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും. നിലവിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ ഇവരുടെ MLA മാരുടെ പിന്തുണ അറിയിച്ചുള്ള കത്ത് അത് നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ആ കത്ത് കൂടി ഉൾപ്പെടുത്തിയായിരിക്കും നിലവിൽ ഭരണം, അതായത് അധികാരത്തിലേക്ക് എത്താനുള്ള അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ വാഹനത്തിൽ നിന്ന് അദ്ദേഹം നിലവിൽ ഇപ്പോൾ ഫോണിൽ ആരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ തന്നെ ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ VT ബൽറാം, ഒപ്പം തന്നെ നിലവിൽ എറണാകുളം DCC പ്രസിഡന്റായിട്ടുള്ള ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ അദ്ദേഹത്തിനൊപ്പം നിലവിൽ ഉണ്ട്. ഇവിടെയുള്ള നാട്ടുകാർ, പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ പടക്കമൊക്കെ പൊട്ടിച്ചാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിക്കുന്നത്. എന്തായാലും നിലവിൽ VM സുധീരൻ താമസിക്കുന്ന വീട്ടിനടുത്തുള്ള റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെയുണ്ട്. അയൽവാസികൾ ഉൾപ്പെടെ വി ഡി സതീശൻ സ്വീകരിക്കാനായി ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങും. പോലീസ് അകമ്പടി എല്ലാം ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതൃത്വമാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇനി ഔദ്യോഗികമായി MLA മാർ എല്ലാം ചേർന്ന് കക്ഷി നേതാവായി തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിന്റെ അടുത്ത ഒരു സാങ്കേതികമായ പ്രവർത്തനങ്ങൾ ഒക്കെയാണ് ഇനി നടത്തേണ്ട നടപടികളാണ് ഇനി നടക്കേണ്ടത്. അതിനിടയിലാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളെ സന്ദർശിക്കാനായി വി സതീശൻ നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വലിയ തരത്തിലുള്ള ആകാംക്ഷ നിലനിന്നതിനൊക്കെ ശേഷമാണ് അവസാനം അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് AICC നേതൃത്വം വി ഡി സതീശൻ എന്ന പേരിലേക്ക് എത്തുന്നത്. വലിയ തർക്കങ്ങൾ, ഒപ്പം തന്നെ പരസ്യമായ ആളുകളുടെ വികാര പ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം കണ്ടു. 11 ദിവസം നീണ്ടുനിന്ന ഒരു മാരത്തോൺ ചർച്ചകൾ അത് ദില്ലിയിലും ഒപ്പം തന്നെ കേരളത്തിലും ഒക്കെയായി നടക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെല്ലാം ഒടുവിലാണ് എന്തായാലും വി ഡി സതീശൻ എന്ന പേരിലേക്ക് AICC നേതൃത്വം എത്തിയത്. ഒരുപക്ഷെ KC വേണുഗോപാൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറി കൂടി ആയതുകൊണ്ട് MLA-മാരുടെ പിന്തുണ കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ
വരുമോ എന്ന ആകാംക്ഷയൊക്കെ നിലനിന്നു. മുതിർന്ന നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പേര് പരിഗണിച്ചിരുന്നു. അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവും തന്നെ ആഭ്യന്തരമന്ത്രിയുമൊക്കെയായി പ്രവർത്തിച്ചതിന്റെ പരിഗണന കൂടി ലഭിക്കുമോ എന്നൊരു ആകാംക്ഷയൊക്കെ നിലനിന്നിരുന്നു. അതെല്ലാം ശേഷമാണ് നിലവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായി പ്രതിപക്ഷത്തെ നയിച്ച UDF-നെ നയിച്ച വലിയ ഭൂരിപക്ഷത്തിൽ UDF-നെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിച്ച ഒരു നേതാവ് എന്നുള്ള പരിഗണന, ഒപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനവികാരം ഉയർന്ന ഒരു നേതാവ് വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ പുറത്ത് തെരുവിലുമെല്ലാം നടന്ന ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് എംഎൽഎമാരുടെ പിന്തുണ KC വേണുഗോപാലിന് കൂടുതലായി ലഭിച്ചെങ്കിലും പക്ഷേ ആ ജനവികാരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ല എന്ന വികാരമാണ് പ്രധാനപ്പെട്ടത് എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായവും വി ഡി സതീശന് അനുകൂലമായിരുന്നു. AK ആന്റണി ഉൾപ്പെടെയുള്ള അവസാന വാക്ക് അത് ജനവികാരം പരിഗണിച്ച് വേണം തീരുമാനം. എംഎൽഎമാരുടെ പിന്തുണ എന്നതിനപ്പുറം ജനവികാരത്തിന് മുൻഗണന കൊടുക്കണം എന്നുള്ള AK ആന്റണി ഉൾപ്പെടെയുള്ള ഒപ്പം തന്നെ VM സുധീരൻ ഉൾപ്പെടെയുള്ള K മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമാണ് അവസാന നിമിഷത്തിൽ വി ഡി സതീശൻ എന്ന പേരിലേക്ക് എന്തായാലും AICC നേതൃത്വം എത്തിയത്. VM സുധീരന്റെ വീട്ടിലെത്തിയ ശേഷം പിന്നീട് K മുരളീധരനെ കൂടി സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂടി വി ഡി സതീശൻ പോകും എന്നുള്ളതാണ്. വാഹനത്തിൽ നിന്നും എന്തായാലും വി ഡി സതീശൻ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ പൊന്നാട ഷാളുകൾ അണിയിച്ചുമൊക്കെ അദ്ദേഹത്തെ നിലവിലിപ്പോൾ സ്വീകരിക്കുകയാണ്. നേരെ